നമസ്തേ. CJ റോയ് സാറിന്റെ മരണം അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ മാത്രമല്ല, നമ്മൾ ഓരോ മലയാളികളെയും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരെയും, അദ്ദേഹം അറിയപ്പെടുന്ന മേഖലകളിലുള്ള എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു ബിസിനസ് ടൈക്കൂണായ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തി ചെയ്തു, എന്തിന് അദ്ദേഹം മരണം വരിച്ചു എന്ന് ഇതുവരെയായിട്ടും മനസ്സിലാകുന്നില്ല. ഇപ്പൊ 10, 14, 15 മണിക്കൂറോളം കഴിഞ്ഞു ഇപ്പൊ ആ കൃത്യം നടന്നിട്ട്, എന്നിട്ട് പോലും ഒരു തരത്തിലും അത് ഡൈജസ്റ്റ് ആകുന്നില്ല. IT റെയ്ഡ്, ഇപ്പൊ ന്യൂസുകൾ പറയുന്നത് ED റെയ്ഡ് ആണ് എന്നാണ് പറയുന്നത്, പക്ഷെ IT റെയ്ഡായിരുന്നു, ഇൻകം ടാക്സിന്റെ റെയ്ഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ ഒരു കടുങ്കൈ കാണിച്ചത് നമ്മുടെ സൈലൻസറുള്ള തോക്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം വെടിവെച്ചത്. അപ്പോൾ ഒച്ചപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അവരങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് കണ്ടത്. പിന്നെ CCTV ഇല്ലായിരുന്നു. ഒക്കെ ഇതുപോലെ വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം. പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ ആ മരണം ചൂസ് ചെയ്യരുത്. ഞാൻ പറയുന്നതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് എതിരായിക്കോട്ടെ, നമുക്ക് നാളെ എന്തെന്നല്ല, ഇന്ന് എന്ത് അറിയാത്ത സാഹചര്യം. ഇപ്പൊ ഞാനൊക്കെ ആ ഒരു ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ ഇന്ന് എങ്ങനെ ജീവിക്കും എന്നറിയാത്ത ആ ഒരു മൊമെന്റിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ആ മൊമെന്റിൽ ഞാനൊരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തെ വെച്ചിട്ടൊന്നും ഒരിക്കലും ഒരു രീതിയിൽ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ ഒരു നിവൃത്തിയിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് 1000 തവണ മരണം എന്ന് ഉള്ള ഒരു മരണം തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു സംഗതി ചിന്തിക്കുന്നത്. പക്ഷെ ആ എന്നിൽ ഞാനൊരു ചിലപ്പോൾ ഒരു നിമിഷം ഇപ്പൊ കുഞ്ഞോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ഇല്ലാത്ത സമയത്ത്, ഇവിടെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ. അതായത് ദൈവത്തോട് പറഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാനല്ലേ ഉള്ളൂ. പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ട്. എൻ്റെ വൈഫ്, അവള് ഇത്രയധികം സപ്പോർട്ടായ ഒരു സ്ത്രീ, അത്രയും സപ്പോർട്ടായ ആ ഒരു കുട്ടി, അവരാണ് സത്യം പറഞ്ഞ എനിക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പൊ അദ്ദേഹം കാരണമാണ് ഞാൻ ഈ ഒരു എന്താ പറയട്ടെ, ഇത്ര ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഇവിടെ എല്ലാം പേയ്മെന്റുകളുണ്ട്. അപ്പൊ ഒരു വരുമാനമില്ലാത്ത സമയത്ത് നമ്മൾ എന്തിന് യൂട്യൂബ് പോലും തുടങ്ങിയത് ഒരു 2025 ചീറ്റിപ്പോയി, 2026 എങ്കിലും ഓക്കെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ്, എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് തുടങ്ങിയത്. അപ്പോ എന്റെ പ്രൊഫഷൻ വേറെയാണ്. ഞാൻ അതിൽ 35 വയസ്സായി. അതിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ല രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ചെറിയ ശമ്പളത്തിന് നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് മന്ത്ലി ഉള്ള കമ്മിറ്റ്മെന്റുകളുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാക്കേജ് കയറിയേ പറ്റും. ഇപ്പോ വെളിയിലൊക്കെ ആയാലും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോ എന്തായാലും അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഒരിക്കലും മരണം സെലക്ട് ചെയ്യാതിരിക്കുക, മരണം ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക, ഒരിക്കലും ജീവിതം ഉപേക്ഷിക്കരുത്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ റോയ് സാർ ചെയ്തപ്പോ നമ്മുടെ ബിഹാർ ഷെട്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ 1000 തവണ മരിക്കേണ്ടതല്ലേ? അദ്ദേഹം NMC-ന്ന് എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ വരുന്നില്ല. പക്ഷെങ്കിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നില്ലേ? അദ്ദേഹം ദുബായിലോട്ട് എന്തോ ചെന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് എന്തോ കോടതി എന്തൊക്കെയോ പിഴയും കാര്യങ്ങളൊക്കെ ഇട്ടതായിട്ടൊക്കെ ന്യൂസ് അടുത്തിടയ്ക്ക് കണ്ടു. അതേപോലെ ഇരിക്കും നിരപ്പിൽ അറ്റ്ലസ് രാമേന്ദ്രൻ സാർ, അദ്ദേഹത്തിന് ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ഇത് ചെയ്യുന്നു. ഒരു ചെക്ക് ബൗൺസ് ആയി പോയത്, അത് അവരോട് സംസാരിച്ചു, കറക്റ്റ് ആ കമ്പനിക്കാരോട് സംസാരിച്ചു, അത് സെക്യൂരിറ്റി ചെക്ക് എന്തോ ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ ഈ CJ റോയ് സാറിന് 6000 രൂപയ്ക്ക് മേടിച്ച ഒരു സെന്റ് സ്ഥലത്തിന് 6000 രൂപ വെച്ച് മേടിച്ചെടുത്ത് ഇപ്പൊ ബാംഗ്ലൂർ എയർപോർട്ട് ഇരിക്കുന്നതിനടുത്താണ്. അവിടെയൊക്കെ കോടികൾ, ഏക്കറിന് ഒരു സെന്റ് എന്താ 12 കോടി കിട്ടുന്നത്. ഇദ്ദേഹത്തിന് എന്ത് ലീഗൽ കേസ് ആയാലും, അദ്ദേഹത്തിന് ആ പിഴയും കാര്യങ്ങളെല്ലാം കൊടുത്തൊക്കെ ആയാലും അദ്ദേഹത്തിന് ഇറങ്ങി വരാം. അല്ലെ 10 വർഷം ജയിലിൽ കിടന്നോട്ടെ, അദ്ദേഹത്തിന് സുഖമായിട്ട് ഇറങ്ങി വരാം. നമ്മൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കണം. അപ്പോൾ ശിക്ഷകൾ ഏറ്റുവാങ്ങി, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്കത് പറയാലോ, ബോധ്യപ്പെടുത്താലോ, കോടതി ഉണ്ടല്ലോ. പക്ഷെ ഈ ഒരു സംഭവം വളരെയധികം വിഷമകരമാണ്. ദയവ് ചെയ്ത് പൈസ ഉള്ളവരായിക്കോട്ടെ, പൈസ ഇല്ലാത്തവരായിക്കോട്ടെ, നമുക്ക് മെന്റൽ സ്ട്രെങ്ത് വേണം. മെന്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിട്ടും കാര്യമില്ല. ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ആണ് ഒരു മനുഷ്യന് വേണ്ടത്. ദയവ് ചെയ്ത് ഒരാളും ആത്മഹത്യ തിരഞ്ഞെടുക്കാതിരിക്കുക. നന്ദി, നമസ്തേ.